ഹായ് സ്റ്റുഡൻസ്, സ്റ്റഡി വിത്ത് സ്ക്വയറിലേക്ക് സ്വാഗതം. തേർഡ് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിൻ്റെ EVSലുള്ള 4th ചാപ്റ്റർ ദ പവർ ഓഫ് ക്ലീൻലിനെസ്. ഈ ചാപ്റ്ററാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മക്കളൊക്കെ റെഡിയാണോ മാഡത്തിൻ്റെ ക്ലാസ് കേൾക്കാനായിട്ട്? അപ്പോൾ എന്താണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്? ദ പവർ ഓഫ് ക്ലീൻലിനെസ്. ഓക്കെ, ക്ലീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൃത്തി എന്നാണ് അല്ലേ അർത്ഥം. ക്ലീൻ അല്ലേ, നമ്മുടെ അമ്മമാരൊക്കെ പറയാറുണ്ടല്ലേ, ക്ലീൻ ആയിട്ട് വരൂ എന്നൊക്കെ പറയല്ലേ, ടീച്ചേഴ്സ് പറയാറില്ലേ. അപ്പം ക്ലീൻ ആവുക എന്ന് പറയുന്നത് എന്താണ്? വൃത്തിയാവുക അല്ലേ. ക്ലീൻ, വൃത്തി. പവർ എന്ന് പറഞ്ഞാൽ ശക്തി. അപ്പം എങ്ങനെയാണ് ഈ വൃത്തി നമുക്ക് ശക്തി നൽകുന്നത്? അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ എന്താണ് പഠിക്കാൻ പോകുന്നത്? നമുക്കറിയാം, നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് എന്തുണ്ടായിട്ടും വല്ല കാര്യമുണ്ടോ? ഒരുപാട് പൈസയുണ്ട്, വലിയ വീടുണ്ട്, വലിയ കാറുകളുണ്ട്, ഒന്നും ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് ആരോഗ്യം ഉണ്ടാവാഞ്ഞാൽ ഇതൊന്നും ഉണ്ടായിട്ട് നമുക്കൊരു കാര്യവുമില്ല. അല്ലെങ്കിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയണം അല്ലേ, നമ്മുടെ ശരീരത്തിന് അസുഖങ്ങളില്ലാതെ, നമുക്കൊരു കുഴപ്പവുമില്ലാതെ. നമ്മുടെ അടുത്ത് പൈസ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ആസ്വദിക്കാൻ കഴിയുള്ളൂ. നമുക്ക് പനിച്ച് കിടക്കുകയാണ്, നമുക്ക് ബിരിയാണി വാങ്ങി കഴിക്കാൻ പറ്റുമോ? എടോ മക്കളെ പറയടാ, നമുക്ക് ബിരിയാണി വാങ്ങി കഴിക്കാൻ പറ്റുമോ? നമ്മൾ പനിച്ച് വയ്യാതെ കിടക്കുമ്പോൾ ഇല്ല, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, നമുക്ക് ബിരിയാണിയൊക്കെ വാങ്ങാം. പക്ഷേ നമുക്ക് എന്താണ്, നമ്മുടെ ആരോഗ്യത്തിന് വയ്യ അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് കഴിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു പൈസ ഉണ്ടായിട്ട് നമുക്കപ്പോൾ കാര്യം ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പം നമുക്ക് ആദ്യം എന്താ വേണ്ടത്? നമുക്ക് എന്ത് വേണം? ആരോഗ്യം വേണം. അപ്പം ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. ഇനി എല്ലാവരും ടെക്സ്റ്റിലേക്ക് നോക്കിയിട്ട് മാഡത്തിൻ്റെ കൂടെ വായിക്കണം. ഓക്കെ, യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ക്ലീൻലിനെസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ ഹെൽത്തി ലൈഫ്. ഹാവിൻറ്റ് യു? Please ask if you have any doubt. The doctor handled a class on personal hygiene for the students. It was organized by the school parliament. The children asked many doubts. The doctor cleared all their doubts. സ്കൂൾ പാർലമെൻറ്റ് ഓർഗനൈസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ സ്കൂൾ പാർലമെൻറ്റിൻ്റെ കീഴിൽ പേഴ്സണൽ ഹൈജീൻ, വ്യക്തി ശുചിത്വം എന്ന ടോപ്പിക്കുമായിട്ട് എന്തായത് നമ്മുടെ ഡോക്ടർ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുത്തു. എന്താണ് അവരുടെ ടോപ്പിക്? എന്താണ്? പേഴ്സണൽ ഹൈജീൻ. പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തി ശുചിത്വം. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഡോക്ടർ എടുത്ത് എന്താണ്, മക്കൾ ഒരുപാട് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. മക്കൾക്ക് ആ ഡൗട്ട്സൊക്കെ ആര് ക്ലിയർ ചെയ്ത് കൊടുത്തു? നമ്മുടെ ഡോക്ടർ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം എന്താണ് അസുഖങ്ങൾ വരാൻ മെയിനായിട്ടുള്ള കാരണം. നമ്മുടെ ശുചിത്വമില്ലായ്മയാണ് നമുക്ക് പല രോഗങ്ങളും പടർന്ന് പിടിക്കാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത്. നിങ്ങൾ എന്തിനാണ് ഈ പാഠം പഠിക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങളിൽ, അല്ലെങ്കിൽ മാഡത്തിൻ്റെ കുട്ടികളിൽ എന്ത് വേണം? വ്യക്തി ശുചിത്വം, പേഴ്സണൽ ഹൈജീനും, അതുപോലെ തന്നെ എന്താണ് പരിസര ശുചിത്വം. പരിസര ശുചിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ചുറ്റുപാടും ക്ലീൻ ആയിരിക്കണം. അപ്പം നിങ്ങളും ക്ലീൻ ആയിരിക്കണം, നിങ്ങളുടെ ചുറ്റുപാടും ക്ലീൻ ആയിരിക്കണം. ആ ഒരു ശീലം നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടും, അത് എത്രത്തോളം നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു കാര്യമെന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു പാഠം പഠിക്കുന്നത്. മനസ്സിലായോ? ഈ ഒരു പാഠത്തിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം നമുക്ക് ക്ലീനില്ല, നമ്മൾ ശുചിത്വക്കുറവുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വൃത്തി കുറവാണ് എങ്കിൽ നമുക്ക് എന്ത് വരും? അസുഖങ്ങൾ വരും. എങ്ങനെയാണത്? രോഗാണുക്കൾ ഈ ഒരു വൃത്തിയില്ലായ്മയിൽ നിന്ന് വളരാൻ അവരെ സഹായിക്കും. അങ്ങനെ രോഗങ്ങൾ പടരും അല്ലേ. ആ സാഹചര്യം എന്തായണം? കുട്ടികൾ തിരിച്ചറിയണം. അപ്പം നമ്മൾ വൃത്തിയില്ലാഞ്ഞാൽ രോഗാണുക്കൾ വളരും. ആ രോഗാണുക്കൾ എന്ത് ചെയ്യും? പടർന്ന് പിന്നീട് നമുക്ക് അസുഖങ്ങളായി മാറി അതൊക്കെ എല്ലായിടത്തും പകരാൻ കാരണമാകും എന്നുള്ള ബോധം എന്ത് വേണം? മാഡത്തിൻ്റെ കുഞ്ഞുമക്കളിൽ വേണം. മനസ്സിലായോ? ഇനി നോക്കിയേ, ലെറ്റ് us read what Alan wrote in his notebook after participating in the class. അലൻ എന്ന് പറയുന്ന കുട്ടി ഈ ഡോക്ടറുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരുന്നു.
അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പോൾ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, അവൻ്റെ നോട്ട്ബുക്കിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നോക്കിയേ. There are chances that our hands go dirty while we play or do other activities. നമ്മൾ കളിക്കുമ്പോഴും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കൈകളിൽ അഴുക്ക് തട്ടാൻ സാധ്യതയുണ്ട്, അഴുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ അഴുക്കിൽ എന്തൊക്കെ ഉണ്ടാവും, പല രോഗാണുക്കളും ഉണ്ടാകും. അതാണ് ഫസ്റ്റ് പോയിന്റ് അവൻ അവിടെ എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റോ, ജേംസ് വിൽ ബി ഡിസ്ട്രോയിഡ് വെൻ വി വാഷ് അവർ ഹാൻഡ്സ് വിത്ത് സോപ്പ്. എപ്പോഴാണ് ഈ ജേംസ് നശിച്ചു പോകുന്നത്? നമ്മൾ സോപ്പിട്ട് കൈകൾ കഴുകുമ്പോൾ മാത്രമാണ് ആ അണുക്കൾ നശിച്ചു പോകുന്നത്. മനസ്സിലായോ? യു ജസ്റ്റ് came from the school. Go and wash your hands and face with soap. ഇതെല്ലാവരും മക്കളെല്ലാവരും സ്കൂൾ വിട്ട് വന്നാൽ അമ്മമാർ പറയുന്ന ഡയലോഗാണ് അല്ലേ. മാഡത്തിനുണ്ട് 2 മക്കൾസ്. അപ്പോൾ അവരോട് മാഡവും പറയാറുണ്ട്. എന്താ പറയുക, നിങ്ങൾ സ്കൂളിട്ട് വന്നതല്ലേ, പോയി കൈയും മുഖവും ഒക്കെ സോപ്പിട്ട് കഴുകുമെന്ന്. അല്ലേ, നിങ്ങളുടെ അമ്മമാരൊക്കെ നിങ്ങളുടെ അടുത്ത് പറയാറില്ലേ? ഇനി നെക്സ്റ്റ് നോക്കിയേ. Why does the teacher tell us to wash our hands with soap after using the toilet? അത് നിങ്ങളുടെ അടുത്താണ് ചോദിക്കുന്നത്. നമ്മൾ ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് ടീച്ചർ അവരോട് കൈകൾ സോപ്പിട്ട് കഴുകണമെന്ന് പറയുന്നത്? എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്തുകൊണ്ടായിരിക്കും? നമുക്കറിയാലേ, ബാത്റൂമിൽ ഒരുപാട് ജേംസ് ഉണ്ടാകും. ഒരുപാട് ജേംസ് ഉണ്ടാകുന്ന സ്ഥലമാണ് ബാത്റൂം. നമ്മുടെ കണ്ണുകൾക്കുണ്ട്, നേക്കഡ് ഐസ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കത് കാണാൻ പറ്റില്ല. അപ്പം നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കൈ വഴിച്ച് തൊട്ടിട്ടുണ്ടാവില്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അത് നന്നായിട്ട് എന്ത് ചെയ്യണം, സോപ്പിട്ട് കൈകൾ കഴുകിയിട്ട് മാത്രമേ നമ്മൾ ബാത്റൂമിൽ നിന്ന്, ടോയ്ലറ്റിൽ നിന്ന് പുറത്ത് വരാൻ പാടുള്ളൂ. ഓക്കെ, ഇനി നോക്കിയേ. ഹാവ് യു സീൻ ദ പിക്ചേഴ്സ്? On what occasion should we wash and clean our hands with soap? നമ്മൾ താഴത്തെ പിക്ചർ കണ്ടോ നിങ്ങൾ? അപ്പോൾ ഏതൊക്കെ ഒക്കേഷൻസിലാണ് അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് നമ്മൾ കൈകൾ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കേണ്ടത് എന്നാണ് നിങ്ങളടുത്ത് ചോദിക്കുന്നത്. ഫസ്റ്റ് എന്താണ്, ബിഫോർ ഈറ്റിംഗ് ഫുഡ്, ആഫ്റ്റർ ഈറ്റിംഗ് ഫുഡ്. അത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ടല്ലേ. വി വാഷ് അവർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം എന്താ പറയുന്നത്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേയും ഭക്ഷണം കഴിച്ചതിന് ശേഷവും എന്ത് ചെയ്യണം, നമ്മൾ സോപ്പിട്ട് നന്നായിട്ട് തന്നെ ഹാൻഡ്സ് കഴുകണം. എന്തിനാണ് അങ്ങനെ പറയുന്നത്? കാരണം എന്താണ്, മാഡത്തിൻ്റെ സൗണ്ട് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, മക്കൾ ക്ഷമിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് അങ്ങനെ പറയാൻ കാരണം? നമുക്കറിയാം, നമ്മൾ കുഞ്ഞു മക്കളൊക്കെ എന്താണ് ചെയ്യുക, എപ്പോഴും എല്ലായിടത്തും എന്ത് വെച്ചിട്ടാണ് തൊടുന്നത്? നമ്മുടെ കുഞ്ഞു കൈകൾ വെച്ചിട്ടാണല്ലേ തൊടുക. എല്ലാ സാധനങ്ങളും നമ്മുടെ കൈകൾ വെച്ചിട്ടാണ് തൊടുന്നത്. അപ്പോൾ അവിടെയുള്ള ജേംസൊക്കെ എവിടെ എത്തും? നമ്മുടെ കൈകളിലാണ് എത്തുന്നത്. അപ്പം നമ്മളത് കൈകൾ കഴുകാതെ, നമ്മുടെ ഹാൻഡ്സ് വാഷ് ചെയ്യാതെ നമ്മൾ ഫുഡ് കഴിച്ചാൽ അത് നമ്മൾ ഡയറക്റ്റ് എവിടെ എത്തും? നമ്മുടെ സ്റ്റൊമക്കിലെത്തും. അപ്പോൾ ആ ജേംസ് എന്ത് ചെയ്യും? അവർ നമ്മളെ അസുഖക്കാരാക്കി മാറ്റും. നമുക്ക് എന്ത് വരുത്തും? നമ്മുടെ വയറ്റിലെത്തിയില്ലേ ജേംസ്? അപ്പോൾ അവർ നമ്മളെ എന്ത് ചെയ്യും? നമുക്ക് അസുഖങ്ങൾ വരുത്തും. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, നമ്മുടെ അമ്മമാരും ടീച്ചേഴ്സൊക്കെ പറയുന്നത്, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, നിങ്ങളുടെ 2 കൈകളും നല്ല വൃത്തിയിൽ കഴുകണം എന്നുള്ളത്. അപ്പം മാഡത്തിൻ്റെ കുട്ടികൾ ഇനി കഴുകാതെ ഭക്ഷണം കഴിക്കുമോ? ഇല്ലേ, മാഡത്തിൻ്റെ കുട്ടികൾ നല്ല കുട്ടികളാണല്ലേ. എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ അമ്മയൊന്നും പറയാതെ തന്നെ എന്ത് ചെയ്യാറുണ്ട്? കൈകൾ നന്നായിട്ട് നിങ്ങൾ സോപ്പിട്ട് കഴുകാറുണ്ട് അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? ആഫ്റ്റർ യൂസിങ് ദി ടോയ്ലറ്റ്. അത് നമ്മൾ പറഞ്ഞു അല്ലേ. ടോയ്ലറ്റിൽ പോയതിന് ശേഷം എന്തുകൊണ്ടാണ് നമ്മൾ കൈകൾ കഴുകുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടായിരുന്നു? നമ്മുടെ ഹാൻഡ്സിലൊക്കെ നമ്മളവിടെയൊക്കെ തൊട്ടാൽ അധികം ടോയ്ലറ്റിൽ എന്തുണ്ടാവും? ജേംസ് ഉണ്ടാവും. ഹാർപ്പിക്കിൻ്റെ പരസ്യമൊക്കെ കണ്ടിട്ടില്ലേ മക്കൾ? അതിൽ ടോയ്ലറ്റിലൊക്കെ ജേംസിൻ്റെ ഒരു ഇതൊക്കെ കണ്ടിട്ടില്ലേ. അപ്പം
നമുക്കറിയാം ടോയ്ലറ്റിൽ എന്തുണ്ട്, ജേംസ് ഉണ്ട്, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാത്ത ജേംസ് ഉണ്ട്. അപ്പം നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മൾ നന്നായിട്ട് തന്നെ ഹാൻഡ്സ് വാഷ് ചെയ്യണം. ഓക്കെ, ആഫ്റ്റർ ട്രാവലിങ്, അതുപോലെ തന്നെ നമ്മൾ നീണ്ട യാത്രകളൊക്കെ പോയാൽ നമുക്കറിയില്ല എവിടെയൊക്കെയാണ് ജേംസ് ഉള്ളതെന്നുള്ളതല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവിടെ ഇവിടെയൊക്കെ തൊടും അല്ലേ, മക്കളാവുമ്പോൾ പ്രത്യേകിച്ചും തൊടും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നാൽ അല്ലെങ്കിൽ ആ ഒരു ഇടവേളകളിലൊക്കെ നമ്മൾ ഫുഡ് കഴിക്കുകയൊക്കെ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഹാൻഡ്സ് നന്നായിട്ട് തന്നെ വാഷ് ചെയ്യണം. ഇനി 2 പോയിൻറ്റ്സ് കൂടി നമുക്ക് അവിടെ ആഡ് ചെയ്യാം. ഏതൊക്കെ ഒക്കേഷൻസിലാണ് നമ്മൾ ഹാൻഡ്സ് നന്നായിട്ട് കഴുകേണ്ടത് എന്നുള്ളത്. ഫസ്റ്റ് പോയിൻ്റായിട്ട് നമുക്ക് എന്ത് ചെയ്താം, ആഫ്റ്റർ അറ്റൻഡിങ് എ ഫങ്ഷൻ, നമ്മളൊരു ഫങ്ഷൻ, ഒരു മാരേജ് ഫങ്ഷൻ ആവട്ടെ, അല്ലെങ്കിൽ വല്ല സൽക്കാരങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം, ഇനിയിപ്പോൾ സ്കൂളിലുള്ള പ്രോഗ്രാം ആവട്ടെ, എവിടെയായാലും ഇപ്പോൾ ഒരുപാട് ആളുകൾ തടിച്ചുകൂടിയൊരു ഫങ്ഷൻ നമ്മൾ അറ്റൻഡ് ചെയ്ത് വരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ വീട്ടിൽ കയറുന്നതിൻ്റെ മുന്നേ എന്ത് ചെയ്യണം, നമ്മൾ ഹാൻഡ്സൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യണം. നമ്മൾ ഏതൊക്കെ വ്യക്തികൾക്ക് നമ്മൾ ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുക്കുമ്പോൾ അവരുടെ കയ്യിൽ ജേംസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ കൈകളിലും ആകും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളൊരു ഫങ്ഷനൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് തന്നെ നമ്മുടെ ഹാൻഡ്സ് വാഷ് ചെയ്യണം. അതുപോലെ നമ്മൾ പുറത്ത് കളിക്കാൻ പോയി വന്നതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ ഹാൻഡ്സ് നന്നായിട്ട് വാഷ് ചെയ്യണം. ഈ 2 പോയിൻറ്റും കൂടി നമുക്കിവിടെ ആഡ് ചെയ്യാം. ഇനി നെക്സ്റ്റ് നോക്കിയേ, ക്ലീൻ ഹാൻഡ്സ്, വൃത്തിയുള്ള കൈകൾ. ഫ്രണ്ട്സ്, ആർ യുവർ ഹാൻഡ്സ് ക്ലീൻ? കൂട്ടുകാരെ, നിങ്ങളുടെ കൈകൾ വൃത്തിയുള്ളതാണോ? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ? ഷാൾ വി ചെക്ക്? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ? അതിനെന്താ വേണ്ടത്? ടേക്ക് എ ബക്കറ്റ് ഓഫ് വാട്ടർ. നിങ്ങളൊരു ബക്കറ്റിൽ വെള്ളം എടുക്കുക. എന്നിട്ടോ ടേക്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഫ്രം ഇറ്റ്. അതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ആൻഡ് കീപ്പ് ഇറ്റ് ഓൺ ദ ടേബിൾ. നിങ്ങൾ എന്ത് ചെയ്യുക, മേശപ്പുറത്ത് നിങ്ങളുടെ ടേബിളിൻ്റെ മുകളിൽ മാറ്റി വയ്ക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ, ഒരു കാലിയായിട്ടുള്ള എംപ്റ്റി ആയിട്ടുള്ള ഒരു ബക്കറ്റ് എടുത്തിട്ട് അതിലേക്ക് എല്ലാവരും എന്ത് ചെയ്യുക, കൈകൾ കഴുകുക. അപ്പോൾ അതിലേക്ക് കൈകൾ കഴുകുമ്പോൾ എന്താണ്, നിങ്ങളുടെ കൈകൾ കഴുകി നിങ്ങളുടെ ഹാൻഡ്സ് കഴുകിയിട്ടുള്ള വെള്ളം എവിടെ സ്റ്റോർ ആവും? ഈ ബക്കറ്റിൽ സ്റ്റോർ ആവും. ഇനി നിങ്ങളൊരു ഗ്ലാസ് എടുത്തിട്ട് ഈ ബക്കറ്റ്, നിങ്ങൾ കൈ കഴുകിയിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, ആ ബക്കറ്റിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നിങ്ങൾ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ടേബിളിന്മേൽ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ടല്ലോ, അവിടെ കൊണ്ടുപോയിട്ട് വെക്കുക. മനസ്സിലായോ? ആഫ്റ്റർ എവറി വൺ ഹാസ് വാഷ്, ടേക്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഫ്രം ദ ഹാൻഡ് വാഷിംഗ് ബക്കറ്റ് ആൻഡ് പ്ലേസ് ഇറ്റ് നിയർ ദ അതർ ഗ്ലാസ് ഓഫ് വാട്ടർ ഓൾറെഡി കെപ്റ്റ് ദർ. ഇനി കമ്പയർ ദ വാട്ടർ ഇൻ ബോത്ത് ഗ്ലാസസ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. ആദ്യം വെച്ച ഗ്ലാസ്സിലെ വാട്ടറും ഇപ്പോൾ നിങ്ങളുടെ കൈകൾ കഴുകിയിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അത് ശേഖരിച്ചിട്ടുള്ള ആ ഗ്ലാസ്സിലെ വെള്ളം ഉണ്ടല്ലോ, അത് രണ്ടും വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. വാട്ട് ഈസ് യുവർ ഫൈൻഡിങ്? എന്തായിരിക്കും നിങ്ങളുടെ കണ്ടെത്തൽ? എന്തായിരിക്കും നിങ്ങൾ കാണുക? ഹൗ ഡു യു വാഷ് യുവർ ഹാൻഡ്സ് നൗ? എങ്ങനെയാണ് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ കൈകൾ കഴുകേണ്ടത്? അപ്പം നമുക്ക് എന്തായിരിക്കും കാണാൻ പറ്റുക? ഈ 2 ഗ്ലാസ് നോക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും കാണാൻ പറ്റുക? വി ക്യാൻ സി എ കളർ ചേഞ്ച് ഇൻ ദി വാട്ടർ ദാറ്റ് വി കളക്ടഡ് ആഫ്റ്റർ വാഷ്ഡ് അവർ ഹാൻഡ്സ്. നമ്മുടെ കൈകൾ, നമ്മുടെ ഹാൻഡ്സ് കഴുകിയ വെള്ളത്തിൽ ഒരു ഗ്ലാസ് എടുത്തിട്ടില്ലേ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം, ആ ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിൽ എന്ത് കാണും? നമുക്കൊരു കളർ ചേഞ്ച് കാണാൻ പറ്റും അല്ലേ? ഇനി നെക്സ്റ്റ് എന്താണെന്ന് നിങ്ങളടുത്ത് ചോദിക്കുന്നത്, ഹൗ ഡു യു വാഷ് യുവർ ഹാൻഡ്സ് നൗ? എങ്ങനെയാണ് നിങ്ങളിപ്പോൾ കൈ കഴുകിയത്? ഹൗ ഷുഡ് യു വാഷ് യുവർ ഹാൻഡ്സ് ടു മേക്ക് ദം ക്ലീൻ? ഇപ്പോൾ നിങ്ങൾ കൈ കഴുകിയിട്ടുള്ള ആ രീതി ശരിയാണോ? എന്താ മക്കളുടെ അഭിപ്രായം? അങ്ങനെയാണോ നമ്മൾ കൈകൾ കഴുകേണ്ടത്? അല്ല അല്ലേ? എങ്ങനെയാണ്? നമുക്ക് താഴെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് എന്താണ്? വെറ്റ് ഹാൻഡ്സ് ആൻഡ് അപ്ലൈ ദ സോപ്പ്. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, നിങ്ങളുടെ കൈകൾ നനയ്ക്കുക, എന്നിട്ട് സോപ്പ് ഇങ്ങനെ പതിപ്പിക്കുക. അപ്പം മക്കളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇത് നമ്മൾ ഒരിക്കലും എക്സാമിന് വേണ്ടി മാത്രം പഠിക്കുന്ന പാഠമല്ല. ഇത് നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളാണ്, നമ്മളത് കണ്ടിന്യൂ ചെയ്യാനുള്ള കാര്യങ്ങളാണ്. അല്ലാതെ നമ്മളിത് കാണാപാഠം പഠിച്ച് നമ്മൾ എക്സാമിന് എഴുതി മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രമല്ല നമ്മളിതൊന്നും പഠിക്കുന്നത്. എന്തിനാണ്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കൈകൾ കഴുകുമ്പോൾ ഇപ്പം മാഡം പഠിപ്പിച്ച് തരുന്ന രൂപത്തിൽ നിങ്ങൾ കഴുകണം.
ഓക്കെ. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ കൈകളങ്ങനെ നമ്മുടെ ഹാൻഡ്സ് ഇങ്ങനെ നനയ്ക്കുക, എന്നിട്ട് അതിൽ സോപ്പ് അപ്ലൈ ചെയ്യാം. ഓക്കെ. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, റബ് പാംസ് ടുഗദർ ആൻഡ് ക്ലീൻ ദം. നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം നിങ്ങളുടെ കൈവെള്ളകൾ ഇങ്ങനെ കൂട്ടി തിരുമ്മിക്കാണ്ട് വൃത്തിയാക്കുക, ക്ലീൻ ചെയ്യുക. ഇങ്ങനെ നമ്മൾ എന്താ റബ്ബ് ചെയ്യാറില്ല, നമ്മുടെ കൈവെള്ളകൾ രണ്ടും കൂടി യോജിപ്പിച്ചിട്ട് അതിങ്ങനെ നന്നായിട്ട് ഉരച്ച് കഴുകുക. നമ്മുടെ കൈകൾ വെച്ചിട്ട് തന്നെ ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് കഴുകുക. ഓക്കെ. നെക്സ്റ്റോ, ക്ലീൻ ബാക്ക് ഓഫ് യുവർ ഹാൻഡ്സ് ആൻഡ് ബിറ്റ്വീൻ ദ ഫിംഗേഴ്സ്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കൈകളുടെ പിറകുവശവും അതുപോലെ തന്നെ ഫിംഗേഴ്സിൻ്റെ ഇടയിലും വിരലുകളുടെ ഇടയിലൊക്കെ വൃത്തിയാക്കുക. ദെൻ നെക്സ്റ്റോ, റബ് ദ നെയിൽസ് ആൻഡ് ദ ഫിംഗർ ടിപ്സ് ഓൺ ദ പാം ടു ക്ലീൻ ദം. അതുപോലെ തന്നെ നിങ്ങളുടെ നഖങ്ങളും അതുപോലെ വിരലുകളുടെയൊക്കെ അറ്റവും ഫിംഗർ ടിപ്പും അവിടെയൊക്കെ കൈവെള്ളയിൽ ഉരച്ചിങ്ങനെ വൃത്തിയാക്കുക. മനസ്സിലായോ? ആ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ ആ പിക്ചർ, കൈവെള്ളയിൽ മറ്റേ കൈയുടെ വിരലുകളുടെ ഫിംഗർ ടിപ്സ് അതും അതുപോലെ നെയിലൊക്കെ വെച്ച് വരുന്നത് നിങ്ങൾ കണ്ടോ? ഓക്കെ. അതാണ് ഫോർത്ത് സ്റ്റെപ്പ്. ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്താണ്, ക്ലീൻ ദ ഫിംഗേഴ്സ് ആൻഡ് റിസ്റ്റ് ബൈ റബ്ബിങ് ദം ഇൻ എ സർക്കുലർ വേ യൂസിങ് ദ അതർ ഹാൻഡ്. നിങ്ങളുടെ ഫിംഗേഴ്സും അതുപോലെ തന്നെ റിസ്റ്റൊക്കെ എന്ത് ചെയ്യുക, റിസ്റ്റ് ഭാഗമൊക്കെ നിങ്ങളുടെ മറ്റേ കൈയുടെ ഉള്ളിൽ വെച്ചിട്ട് സർക്കുലർ മോഷനിൽ വെച്ചിട്ടാണ് നന്നായിട്ട് റബ്ബ് ചെയ്ത് ക്ലീൻ ചെയ്യുക. ഇനിയോ, വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി ഇൻ പ്യുവർ വാട്ടർ ആൻഡ് വൈപ്പ് ദം വിത്ത് ക്ലീൻ ക്ലോത്ത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം എല്ലാ ഭാഗവും ക്ലീനായി. നമ്മുടെ കൈയുടെ ബാക്ക് ഭാഗവും ഉൾഭാഗവും നമ്മുടെ നഖങ്ങളും അതുപോലെ തന്നെ ഫിംഗർ ടിപ്സും ഒക്കെ റിസ്റ്റും ഒക്കെ ക്ലീനായി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് പോയിട്ട് പ്യുവറായിട്ടുള്ള വെള്ളത്തിൽ, ചെളിവെള്ളത്തിലൊന്നുമില്ല, പ്യുവർ വാട്ടറിൽ, ടാപ്പ് വാട്ടറിൽ അടിയിൽ പോയിട്ട് നന്നായിട്ട് കഴുകുക. നമ്മുടെ കയ്യിലെ സോപ്പൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ക്ലീൻ ആയിട്ടുള്ള ഒരു ക്ലോത്തിൽ, ടവലിലോ ടിഷ്യൂ പേപ്പറിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കൈകൾ നന്നായിട്ട് വൈപ്പ് ചെയ്യുക. മനസ്സിലായോ? ഇങ്ങനെയാണെന്ന് വെച്ചാൽ തുടക്കുക. ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയാണ്, നമ്മൾ നന്നായിട്ട് തുടയ്ക്കുക. ഓക്കെ. ഇങ്ങനെയാണ് നമ്മൾ കൈകൾ കഴുകേണ്ടത്. അപ്പോൾ എത്ര മക്കൾ ഇതുപോലെ കൈകൾ കഴുകാറുണ്ട്? കുറച്ച് മക്കളെ ഉണ്ടാവുള്ളൂ അല്ലേ? എല്ലാവരും എന്താ ചെയ്യുക, നേരെ പോകുന്നു, ടാപ്പ് തുറക്കുന്നു, സോപ്പ് എടുക്കുക, കൈ ഇങ്ങനെ ഉരയ്ക്കുക, ടിഷ്യൂ ആക്കുക, കൈ കഴുകുക, മീൻസ് കൈ ജസ്റ്റ് വെള്ളത്തിലാക്കുക, കഴുകുക, പോവുക. ഒറ്റ മിനിറ്റോട് പരിപാടി കഴിയും അല്ലേ? അങ്ങനെയല്ലേ ഇതുവരെ മക്കൾ ചെയ്തിരുന്നത്? ഇനി അങ്ങനെ ചെയ്യരുത് കേട്ടോ. എന്ത് ചെയ്യണം, മാഡം ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ള ഈ 6 സ്റ്റെപ്പും ഫോളോ ചെയ്തിട്ട് വേണം മാഡത്തിൻ്റെ കുട്ടികൾ ഇനി കൈകൾ കഴുകേണ്ടത്. ക്ലിയർ ആയോ? ഇനി ഒന്നും കൂടി പറഞ്ഞു തരണോ? വേണ്ട അല്ലേ? നിങ്ങൾ ഡൗട്ടുള്ളവരെന്ത് ചെയ്യുക, ബാക്കിലേക്ക് അടിച്ചിട്ട് കേൾക്കുക കേട്ടോ. ഓക്കെ. ഇനി അവിടെ ഒരു ഗേൾ ഉണ്ടല്ലേ, അവളെന്താ നിങ്ങളുടെ അടുത്ത് പറയുന്നത്? സി മൈ ഹാൻഡ്സ് ആർ ക്ലീൻ. നിങ്ങൾ കാണ്, എൻ്റെ കൈകൾ എന്താണ്, നല്ല വൃത്തിയുള്ള കൈകളാണ്. ഐ ഹാവ് ട്രിംഡ് ആൻഡ് ക്ലീൻഡ് മൈ നെയിൽസ്. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ നഖം വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. മാഡത്തിൻ്റെ കുട്ടികൾ കൂടെ വായിച്ചോ കേട്ടോ. യു ഷുഡ് ട്രിം ആൻഡ് ക്ലീൻ ദ നെയിൽസ് ടു മേക്ക് യുവർ ഹാൻഡ് പെർഫെക്റ്റ്ലി ടൈഡി. നിങ്ങളുടെ കൈകൾ പെർഫെക്റ്റായിട്ട് വൃത്തിയാവണമെന്നുണ്ടെങ്കിൽ, എന്നുവെച്ചാൽ പൂർണ്ണമായിട്ട് വൃത്തിയുള്ളതാവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കൈകളിലെ നഖം വെട്ടി വൃത്തിയാക്കണം. മനസ്സിലായോ? അതാണ് അവിടെ പറഞ്ഞത്. അതർവൈസ് അല്ലെങ്കിലോ, ദ ഡേർട്ട് ദാറ്റ് പില്ലഡ് അപ്പ് അണ്ടർ ദ നെയിൽസ് വിൽ റീച്ച് യുവർ സ്റ്റൊമക്ക് വിത്ത് ഫുഡ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഈ നഖത്തിനടിയിൽ ഇങ്ങനെ അടിഞ്ഞ് കൂടി കിടക്കുന്ന വേസ്റ്റുകൾ ഉണ്ടാവില്ല, അഴുക്കുകൾ ഉണ്ടാവില്ല, അത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തോടൊപ്പം എവിടെ എത്തും, നമ്മുടെ സ്റ്റൊമക്കിലെത്തും. അഴുക്കിൽ എന്തൊക്കെ ഉണ്ടാകാൻ പറ്റും, ജേംസൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ അത് ജേംസ് എവിടെ എത്തി, നമ്മുടെ സ്റ്റൊമക്കിലും എത്തും. അപ്പോൾ നമ്മൾ നഖം, നമ്മുടെ നെയിൽസ്, ഓക്കെ, അത് എന്താ ചെയ്യണം, വലുതായാൽ അത് കട്ട് ചെയ്യണം, ട്രിമ്മ് ചെയ്യണം. മനസ്സിലായോ? ചില മക്കൾ കണ്ടിട്ടില്ലേ നിങ്ങൾ, നഖം വെട്ടാതെ അതിൻ്റെ അടിയിൽ ഇങ്ങനെ നല്ല ബ്ലാക്ക് കളറിൽ അഴുക്കൊക്കെ ആയിട്ട് വരുന്നത്. മാഡത്തിൻ്റെ കുട്ടികൾ അങ്ങനെയൊന്നും സ്കൂളിൽ പോവാറില്ലല്ലോ, നഖമൊക്കെ നല്ല ക്ലിയർ ആക്കിയിട്ടല്ലേ പോവാറുള്ളത് അല്ലേ? മാഡത്തിൻ്റെ കുട്ടികൾ നല്ല കുട്ടികളാണെന്നൊക്കെ മാഡത്തിന് അറിയാം. അപ്പോൾ എന്ത് ചെയ്യണം, നഖം, നിങ്ങളുടെ നെയിൽസ് വലുതാവുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ പാരൻസിനെ അറിയിക്കണം.
എന്നിട്ട് അവരോടത് വെട്ടിത്തരാൻ പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ നഖം ക്ലീനായി കൊണ്ട് നടക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. നഖം വലുതായാൽ അതിൻ്റെ അടിയിൽ അഴുക്ക് വരും. ആ അഴുക്കിൽ എന്തുണ്ടാകും? ജേംസ് ഉണ്ടാകും. അത് ഡയറക്റ്റ് നമ്മൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ കൂടെ എവിടെ എത്തും? നമ്മുടെ സ്റ്റൊമക്കിലെത്തി നമുക്ക് എന്താകും? അസുഖം വരുത്തും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ അലൻ. നമ്മുടെ ഡോക്ടറെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരു കുട്ടിയില്ലേ? അവനാണ് നമ്മുടെ അലൻ അല്ലേ? അലൻ ഹാസ് റിട്ടൺ ഡൗൺ ദ ഐഡിയാസ് ദാറ്റ് ദ ഡോക്ടർ ഗേവ് ഹിസ് ഫെലോ സ്റ്റുഡൻസ്. ലെറ്റ് അസ് റീഡ്. നമ്മുടെ അലന് എന്ത് ചെയ്തിട്ടുണ്ട്? മറ്റേ കുട്ടികളൊക്കെ സംശയം ചോദിച്ചപ്പോൾ അതിനുള്ള ഉത്തരങ്ങളൊക്കെ ഡോക്ടർ നൽകിയിരുന്നല്ലോ. അതൊക്കെ എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് നമുക്ക് വായിച്ചു നോക്കാം. ഡു നോട്ട് വിയർ ഡേർട്ടി ഓർ വെറ്റ് ക്ലോത്ത്സ്. വൃത്തിയില്ലാത്തതോ അതുപോലെ തന്നെ എന്താണ് നനഞ്ഞിട്ട് ഉണങ്ങാത്തതോ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കരുത്. മനസ്സിലായല്ലോ? അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ഡ്രസ്സ് മാത്രം ധരിക്കുക. ഓക്കെ, ജേംസ് വിൽ ഗ്രോ ഇൻ ദം. എന്തുകൊണ്ടാണ് നിങ്ങളടുത്തത് ധരിക്കരുത് പറയാൻ കാരണം? അതിൽ ജേംസ് രോഗാണുക്കൾ വളരും. യു വിൽ ക്യാച്ച് ഡിസീസസ് ലൈക്ക് സ്കാബിസ് ആൻഡ് റാഷ്. അങ്ങനെ നിങ്ങൾക്ക് ചൊറി, ചുണങ്ങ് ഇങ്ങനത്തെ രോഗങ്ങളുണ്ടാകും. അപ്പം നിങ്ങൾ എങ്ങനത്തെ ഡ്രസ്സാണ് ധരിക്കേണ്ടത്? വൃത്തിയുള്ള ഡ്രസ്സ് വേണം ധരിക്കേണ്ടത്. വൃത്തിയുള്ള അതുപോലെ തന്നെ എന്താണ് അഴുക്കൊന്നും പുരളാത്ത ഡ്രസ്സ് വേണം ധരിക്കാൻ. ഇനി യു ഷുഡ് ബ്രഷ് ആൻഡ് ക്ലീൻ യുവർ ടീത്ത് ഇൻ ദ മോർണിംഗ് ആൻഡ് ആഫ്റ്റർ ഡിന്നർ. ദ ടീത്ത് വിൽ ഗെറ്റ് ഡാമേജ്ഡ് അതർവൈസ്. അതൊക്കെ നമ്മളെല്ലാ മക്കളും ചെയ്യുന്ന കാര്യമാവും അല്ലേ? രാവിലെ ഉണർന്നാൽ എന്ത് ചെയ്യും നമ്മൾ? ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യും നമ്മൾ? നന്നായിട്ട് നമ്മുടെ ബ്രഷ് ചെയ്യും അല്ലേ? പല്ലുകൾ ബ്രഷ് ചെയ്യും. അതുപോലെ തന്നെ രാത്രി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷവും നമ്മൾ എന്ത് ചെയ്യും? ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ ബ്രഷ് ചെയ്യും അല്ലേ? അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ സുന്ദരമായ ഈ പല്ലുകളുണ്ടല്ലേ, കുഞ്ഞി പല്ലുകൾ, അതെല്ലാം അങ്ങ് കേടുവന്ന് പോകും. മനസ്സിലായോ? വൈ ഷുഡ് വി വിയർ മാസ്ക്? എന്തിനാണ് നമ്മൾ മാസ്ക് ധരിക്കുന്നത്? അലൻ forgot to write the answer for this question. Can you help them? നമ്മുടെ അലന് ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്തിനാണ് നമ്മൾ മാസ്ക് ധരിക്കുന്നത് എന്നതിനുള്ള ഉത്തരം എഴുതാൻ മറന്നുപോയി. അപ്പം നമുക്ക് അവനെ ഒന്ന് സഹായിച്ചാലോ? മാഡത്തിൻ്റെ കുട്ടികൾ പറഞ്ഞേ, എന്തിനാണ് നമ്മൾ മാസ്ക് ഉപയോഗിക്കുന്നത്? നമ്മൾ നിപ്പ പോസിറ്റീവാണെന്ന് അറിഞ്ഞാൽ നമ്മുടെ കളക്ടർ എന്ത് ഓർഡർ ചെയ്യും? ഒരു ജില്ലയിൽ മൊത്തം എന്ത് പറയും? നിങ്ങൾ വേഗം മാസ്ക് ധരിക്കണം. എല്ലാവരും സ്കൂളിൽ പോകുമ്പോൾ ഒക്കെ എന്ത് ധരിക്കണം? മാസ്ക് ധരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കൊറോണയുടെ കാലത്തില്ലേ, നമ്മളെല്ലാവരും പുറത്തിറങ്ങുമ്പോൾ എന്തുപയോഗിച്ചിരുന്നു? മാസ്ക് ഉപയോഗിച്ചിരുന്നു അല്ലേ? എന്തിനായിരുന്നു നമ്മൾ മാസ്ക് ഉപയോഗിച്ചിരുന്നത്? മക്കളൊന്ന് ഓർത്തിട്ട് മാഡത്തിനോട് പറഞ്ഞേ, കേൾക്കട്ടെ മാഡം. നമുക്കെന്ന് എഴുതി നോക്കാം അല്ലേ? എന്തെഴുതാ? വി വിയർ മാസ്ക് ടു സ്റ്റോപ്പ് ജേംസ് ഫ്രം സ്പ്രെഡിങ് വെൻ വി കഫ് ഓർ സ്നീസ്. നമ്മൾ ചുമക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഒക്കെ എന്താണ് ജേംസ് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? നമുക്ക് മാസ്ക് ഉപയോഗിക്കാം. നമുക്കിപ്പോൾ തുമ്മലോ നല്ല ചുമയോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ജേംസ് നമ്മൾ തുമ്മുമ്പോഴൊക്കെ പുറത്തേക്ക് പോകില്ലേ? അപ്പം നമ്മൾ മാസ്ക് ഉപയോഗിച്ചാൽ എന്താവില്ല, അത് പുറത്തേക്ക് പോവില്ല. പിന്നെയോ, മാസ്ക് ഹെൽപ്പ് us to keep everyone safe and healthy, especially in busy places. അപ്പോൾ നമ്മൾ ഇനി മാസ്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരാൾ തുമ്മുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്കും എന്ത് വരില്ല? ജേംസ് വരില്ല. നമുക്ക് എപ്പോഴും എന്താണ് സേഫായിട്ട് നിൽക്കാനും ഹെൽത്തി ആയിട്ട് നിൽക്കാനും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? നമുക്ക് മാസ്ക് ഉപയോഗിക്കാം.